ഈ പ്രീമിയർ ലീഗ് സീസണിൽ ഒരുപാട് മാനേജർമാർ, കോച്ചുമാരുടെ തലതെറിക്കുന്ന നമ്മൾ കണ്ടു. അതിൽ നമ്മൾ പറഞ്ഞതിൽ റൂബൻ അമോറിം പോയതിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെൽസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലിയാം റൊസീനിയ മൂപ്പര് പോയിരിക്കുകയാണ്. മാത്രമല്ല അത്ര ചെറിയ ജനുവരി മുതൽ ചെറിയൊരു സമയം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ 6 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷെ ചെൽസിയുടെ ഒരു കളി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 5 കളികൾ തുടർച്ചയായിട്ട് തോൽക്കുകയാണ്. പിന്നെ ഈ കളിയിനകത്തുള്ള ഒരു ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 7 റെഡ് കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഒരു കോച്ചിന്റെ പ്രശ്നമാണോ ഇതിനകത്തുള്ളത് ചെൽസിയുടെ? അത് ഉത്തരം പറയാൻ നമ്മൾ തുടക്കത്തിലേക്ക് പോവാം. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഓണർഷിപ്പ് ക്ലബ് ഏറ്റെടുക്കുമ്പോൾ, ഇത് യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് റഷ്യൻ ഫണ്ട്സ് UK ഫ്രീസ് ചെയ്യുന്നു, റോമൻ അബ്രമോവിച്ചിന് ക്ലബ്ബ് വിൽക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഈ ബ്ലൂക്കോ ഏറ്റെടുക്കുന്നത് 4.25 ബില്യൺ പൗണ്ട്സ് കൊടുത്തിട്ട്. സാധാരണ നിങ്ങളൊരു സ്ഥാപനം ഏറ്റെടുക്കും, ഇപ്പൊ ട്രൂ കോപ്പി എന്ന സ്ഥാപനം നോക്കൂ, 2.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിന്റെ യൂട്യൂബിൽ സാമാന്യം നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനം. അപ്പൊ അവിടെ ഒരാൾ ഏറ്റെടുത്ത് അവരെന്ത് ചെയ്യും? ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെയാ കാര്യങ്ങൾ നടത്തണമെന്ന് മനസ്സിലാക്കും, ഇവിടുത്തെ സീനിയർ സ്റ്റാഫായിട്ട് എന്നിട്ട് അവര് തീരുമാനിക്കും വല്ല മാറ്റങ്ങൾ, എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇവരെന്താ ചെയ്ത്, ഇവര് വന്നിട്ട് ഒരു ഹാമർ എടുത്ത് എല്ലാം തല്ലി തകർത്തു. എന്നിട്ട് ഇതിന് മുമ്പുള്ള 19 കൊല്ലത്തില് അബ്രമോവിച്ച് ഒരു ഷുഗർ ഡാഡി പോലെയായിരുന്നു. ശരിയാണ്, ഫുട്ബോളിന് ഭയങ്കര ദോഷം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് ആ ഒരു എലിമെന്റ് കൊണ്ടുവന്നത് ചെൽസിയാണ്. പക്ഷെ എന്നാലും ആ 19 കൊല്ലത്തിൽ 5 ലീഗ് ടൈറ്റിൽ, 2 ചാമ്പ്യൻസ് ലീഗ്, അനേക കപ്പ് കോമ്പറ്റീഷൻ, ഇതൊക്കെ ജയിച്ച് യൂറോപ്പിലത്തെ ഒരു വലിയൊരു ക്ലബായി മാറിയൊരു സ്ഥാപനമായിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്. അതാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. ഇതിന് മുമ്പത്തെ സീസൺ 2021 ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീം. ഇവര് വന്ന സമയത്ത് അവര് ലീഗിൽ 3ാമത് ഫിനിഷ് ചെയ്തതാ. തോമസ് ടൂക്കൽ, ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ കോച്ച്. അത് അവരുടെ മുമ്പിൽ ഫിനിഷ് ചെയ്ത 2 ടീം ഗ്വാർഡിയോളയുടെ സിറ്റിയും ക്ലോപ്പിന്റെ ലിവർപൂളും. ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ 2 ടീമാണ്. അപ്പൊ ഇതാണ് ഇവരെ ഏറ്റെടുക്കേണ്ടത്. അതിനുശേഷം ഇതിപ്പോ 4ാമത്തെ സീസണാണ്. ഈ സീസണും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ 4 സീസണിൽ 3 സീസൺ ചാമ്പ്യൻസ് ലീഗ് മിസ് ചെയ്തിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ മുഴുവൻ തെറ്റാണ്. 1.5 ബില്യൺ ഡോളറാണ് കളിക്കാരിൽ ചെലവാക്കിയിട്ടുള്ളത്. ഇതിൽ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കളിക്കാരനില്ല. ശരിക്കും നമ്മളിപ്പോ ഒരു ക്ലോപ്പ് എങ്ങനെ ടൈറ്റിൽ ജയിച്ചത്? വെർജിൽ വാൻ ഡൈക്കിനെ സൈൻ ചെയ്തു, അലക്സ് ഫെർഗുസൺ അതേപോലെ എറിക് ആന്റണിയെ കൊണ്ടുവന്നു, റോയ് കീനെ കൊണ്ടുവന്നു. നേതാക്കന്മാര് വേണം ഏത് ഫുട്ബോൾ ടീമാരും. ആർസൻ വെങ്കർ ജയിച്ചത് പാട്രിക് വിയറയും ടോണി ആഡംസ്, അങ്ങനത്തെ കളിക്കാർ. ടോണി ആഡംസ് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കളിക്കാരനായിരുന്നു, വിയറെ കൊണ്ടുവന്നു. അപ്പൊ ഇതില്ലാതെ ഒരു ട്രോഫിയും ജയിക്കാൻ. ചെൽസി എന്താ ചെയ്തിട്ടുള്ളത്? കുറെ പൈസ ചെലവാക്കിയ ചെറുപ്പക്കാർക്ക് വേണ്ടി. ഇതെന്തോ സ്റ്റോക്ക് റീസെല് ചെയ്യണ ആ ഒരു ഹെഡ്ജ് ഫണ്ട് മെന്റാലിറ്റിയാണ്. പക്ഷെ ഇത് ഫുട്ബോളാണ്, ഹെഡ്ജ് ഫണ്ട് അല്ല. ഇപ്പൊ മുഡ്രിക്കിനെ യുക്രൈനിൽ 20 നല്ല കളിയായിട്ട് കളിച്ച ഒരു കളിക്കാരൻ 90 മില്യൺ പൗണ്ട് ഫൈനൽ ട്രാൻസ്ഫർ ഫീ അത്ര കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഡ്രഗ്സ് കേസ് കഴിഞ്ഞിട്ട് കളിക്കണ പോലും ഇല്ല. അപ്പൊ അത് എഴുതി തള്ളിയ പൈസ. അങ്ങനെ അനേക എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ വാങ്ങണ കളിക്കാര്, ഇപ്പൊ യൂറോപ്പിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കളിക്കാരൻ മൈക്കിൾ ഒളീസെ 7 കൊല്ലം ചെൽസിയുടെ ട്രെയിനി ആയിരുന്നു, ജൂനിയർ കളിക്കാരനായിരുന്നു. ഈ മൈക്കിൾ ഒളീസെ ക്രിസ്റ്റൽ പാലസ് വിടുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കോച്ചസിനും ഇയാളുടെ കളിയെ പറ്റി അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ ഇയാളെ സൈൻ ചെയ്തില്ല? അതിന് പകരം കുറെ പൈസ കൊടുത്ത് വേറെ കുറെ പേരെ കൂട്ടി ഇതാക്കി. പിന്നെ കോച്ചുമാരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ടൂക്കലിന് പറ്റില്ല എന്ന് പറഞ്ഞു, ഈ സ്ട്രക്ചറായിട്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അയാളെ വിട്ടു. ഗ്രേം പോട്ടർ ഒരു ടോപ്പ് ക്ലബായിട്ട് ഒരു അനുഭവം ഇല്ലാത്തൊരു മനുഷ്യൻ, അത് ക്ലിക്ക് ചെയ്തില്ല. ഫ്രാങ്ക് ലാംപാർഡ് ക്ലബ് ലെജൻഡ് ആയിരുന്നു, അത് സമയം കൊടുത്തില്ല.
പോച്ചറ്റീനോനെ ഒരിക്കലും ഫാൻസിന് ഇഷ്ടമായിരുന്നില്ല. എന്താ വെച്ചാൽ ടോട്ടനം ഹോട്ട്സ്പറിന്റെ പണ്ടത്തെ കോച്ചാണ്. പിന്നെ എൻസോ മെറസ്ക ആദ്യത്തെ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടി, കോൺഫറൻസ് ലീഗ് ട്രോഫി ജയിച്ചു, പിന്നീട് ക്ലബ് വേൾഡ് കപ്പ് ജയിച്ചു. അപ്പൊ പിന്നെ മെറസ്ക തിരിച്ചു വരുമ്പോ എന്താ വിചാരിക്കുക, ഇപ്പൊ നമ്മളൊരു ഓഫീസ് അന്തരീക്ഷത്തിൽ പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയണ ഒരു പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, അവര് നിങ്ങളുടെ അതേ ലെവലിലുള്ള സ്റ്റാഫിന് 10 ഉറുപ്പ്യ കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ 7 or 8 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പിറുപിറുക്കായിരിക്കും, പക്ഷെ അവിടെ തന്നെ നിൽക്കും. പക്ഷെ അവിടെ 10 കൊടുക്കണം, നിങ്ങൾക്ക് ഇവിടെ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ പോകും. മെറസ്ക ചുറ്റും നോക്കുമ്പോൾ ഗ്വാർഡിയോളയ്ക്ക് കംപ്ലീറ്റ് കൺട്രോൾ. ഗ്വാർഡിയോളയുടെ ശിഷ്യനായിരുന്നു. ആർട്ടറ്റ 5.5 കൊല്ലമായിട്ട് ഒരു ട്രോഫി ജയിക്കാഞ്ഞിട്ട് പോലും ആർട്ടറ്റയ്ക്ക് ഫുൾ കൺട്രോൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂബൻ ആമറമിന് എത്രയോ അൺലിമിറ്റഡ് ഫണ്ട്സ് ആണ് കൊടുത്തത് സമ്മറിൽ. ആർണെ സ്ലോട്ടിന് 450 million pounds കിട്ടി ലിവർപൂളിന്റെ സ്പെൻഡിങ്ങിന്. ഇതൊക്കെയാണ് മെറസ്ക കാണുന്നത്. തനിക്ക് ആ ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ മെറസ്കയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പോ ഇവരായിട്ട് അടികൂടാൻ തുടങ്ങി. അപ്പൊ ചെൽസി മെറസ്കയെ വിടാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അത് ഒരു എന്താ പറയാ തെറ്റിപ്പിരിയേണ്ട ഒരു സാധ്യത വരെ എത്തി. ഈ തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഈ സീസൺ തുടങ്ങിയ സമയത്ത് 2ാം സ്ഥാനത്തായിരുന്നല്ലോ ചെൽസി. പെട്ടെന്നാണല്ലോ ഈ ഒരു സഡൻ ഡിമൈസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ തകർന്ന് ഇതാവുന്നത്. അതിനകത്ത് ശരിക്കും കളിക്കാരുടെ ഒരു ഡിസിപ്ലിൻ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ അത് എത്രമാത്രം ഇതായിട്ട് വരുന്നുണ്ട്? കാരണം ഈ റെഡ് കാർഡ്സും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള എന്തായാലും ഒരു നല്ല ടീം തന്നെയാണല്ലോ, അതിങ്ങനെ ഒരു അല്ല മെറസ്ക പോകുമ്പോ ഇത്രയും മോശം സ്ഥിതിയൊന്നും ആയിരുന്നില്ല. ആ ഡിസംബറിൽ കുറച്ച് റിസൾട്ട്സ് ഒന്ന് ഡ്രോപ്പ് ചെയ്തു. അത് ഈ ഡിസിപ്ലിനും മറ്റേ ലീഡർഷിപ്പ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും ജൂനിയർ കളിക്കാരുടെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ പറ്റുന്നത്. അത് നേതൃത്വം ഇല്ല, പ്രത്യേകിച്ച് ഡിഫൻസിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ബാഴ്സലോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, 2 റെഡ് കാർഡ് ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക്, അനുഭവം ഇല്ലാത്ത കളിക്കാർക്ക്. അപ്പൊ അതാണ് ഒരു പ്രശ്നം. പിന്നീട് ഇപ്പൊ നിങ്ങൾ മെറസ്ക പോകുമ്പോ ജോലി കൊടുക്കേണ്ടത് ഒരു സ്പെല്ല് ഡാബി കൗണ്ടി ഇപ്പൊ വലിയ ടീമല്ല, പണ്ട് കാലത്ത് വലിയ ടീമായിരുന്നു. അവിടെ ഇന്ററിം മാനേജറായി പണിയെടുത്ത ആള്. പിന്നെ ഹൾ സിറ്റി ഒരു കാലത്തും വലിയ ടീമായിരുന്നില്ല, അവിടെ 18 മാസം മാനേജറായിരുന്നു. പിന്നെ ഫ്രാൻസിൽ സ്ട്രാസ്ബർഗ്, അവിടെ ഒരു 18 മാസം, അതും വലിയ ക്ലബ്ബല്ല. അവിടുന്ന് ഒരാളെ ചെൽസിയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താ പറയാ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കണ ഒരുത്തനോട് ഫോർമുല 1 പോയി റേസ് ചെയ്യാൻ പറയണ പോലെ അത് നടക്കില്ല. അത് അപ്പൊ തന്നെ ആൾക്കാർ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തൊക്കെ ഗാർഡിയനിൽ എഴുതിയത് ലിങ്ക്ഡിൻ മാനേജർ എന്നാണ്. കളിയാക്കിയിട്ടല്ല, ഇവരെന്ത് കണ്ടിട്ടാണ് ഇത് കൊടുത്തതെന്നുള്ള. അതെ, എന്താണ് ഇയാളുടെ പ്രൊഫൈൽ എന്നാണ് എല്ലാവരുടെ ചോദ്യം. അപ്പൊ തന്നെ കളിക്കാര് ഉടക്കി. ഈ മെറസ്ക ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഒരു ഗ്രൂപ്പിൽ. എൻസോ ഫെർണാണ്ടസ് അർജന്റീന കളിക്കാര്, മാർക്ക് കുക്രയ സ്പെയിനിന്റെ ലെഫ്റ്റ് ബാക്ക്, ഇവരൊക്കെ സ്പാനിഷ്. മെറസ്ക ഇറ്റാലിയൻ ആണെങ്കിലും സ്പെയിനിലാണ് ഏറ്റവും നല്ല കാലം സെവിയയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കാരനായിരുന്നു. ഇപ്പൊ സ്പാനിഷ് നന്നായി സംസാരിക്കും, ഇവരായിട്ട് നല്ല സൗഹൃദമായിരുന്നു. ഇപ്പൊ മെറസ്ക പോയ ഉടനെ ഫെർണാണ്ടസും കുക്രയും രണ്ടുപേരും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല എന്തുകൊണ്ട് ക്ലബ്ബ് മെറസ്ക വിട്ടു എന്നൊക്കെ. ഇതൊക്കെ ഒരു ഇൻഡിസിപ്ലിൻ തന്നെയാണ്. നമുക്ക് പുറം ലോകത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പുകാർക്ക് ലിയം റോസിനറിനെ വലിയ ഇഷ്ടമായിരുന്നു. അത് ഇംഗ്ലീഷ് കളിക്കാർ കുറച്ച് പേര്. അപ്പൊ ഇങ്ങനെ 2 ഗ്രൂപ്പുകളായി മാറി. പിന്നെ അതിലിപ്പോ ആർക്ക് കളി കിട്ടണോ ആർക്ക് കളി കിട്ടുന്നില്ല, അങ്ങനത്തെ ചോദ്യങ്ങള്. പിന്നെ വേറെ കുറച്ച് കളിക്കാർക്ക് ട്രെയിനിങ്ങിന്റെ സ്റ്റാൻഡേർഡ് പോരാ. അവര് ട്രെയിൻ ചെയ്തത് പോച്ചറ്റിനോ ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ ഒരു ടോപ്പ് കോച്ചാണ്, ബിയൽസ സ്കൂൾ എന്ന് പറഞ്ഞ കോച്ചാണ്. പിന്നെ മെറസ്കയും ഗ്വാർഡിയോളയുടെ ശിഷ്യനാണ്, ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ വളരെ കർശനമായിട്ട് നോക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ട്രെയിനിങ് വരുമ്പോ ഇതെന്താന്ന് കുറെ കളിക്കാരുടെ ചോദ്യം വരും. അപ്പൊ എല്ലാ വിധത്തിലും ഇത്
ശരിയാവില്ല എന്ന് ഉറപ്പായിരുന്നു. ഇപ്പൊ ഒരു പിന്നെ രണ്ടാമത്തെ തവണയാണല്ലോ ഇന്ററിം കോച്ചായിട്ട് മാക്ഫർലൈൻ അതെ, കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാ? എന്തുകൊണ്ട് കൊടുത്തു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചെൽസി ഫാൻസിനെ തന്നെ ഒരു 100 ചെൽസി ഫാൻസിനെ നിങ്ങൾ കൊണ്ടുവന്ന ഇയാളുടെ ഫോട്ടോ കാണിച്ച ഒരു 90 ആൾക്ക് ഇയാൾ ആരാന്ന് പോലും പറയാൻ പറ്റില്ല. ഇയാളുടെ കോച്ചിങ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കുറെ ജൂനിയർ ടീംസിനെ കോച്ച് ചെയ്തിട്ടുണ്ട്. സിറ്റി അക്കാഡമിയിലായിരുന്നു, മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമിന്ന് സൗത്ത് ആംപ്ടൺ അണ്ടർ 21 പോയി, പിന്നെ ചെൽസിയുടെ ഏജ് ഗ്രൂപ്പ് ടീംസിലേക്ക് വന്നു. അല്ലാതെ സീനിയർ ലെവലിൽ ഒരു അനുഭവം ഇല്ല. ഇതിൽ ഏറ്റവും ഓബ്വിയസ് ആയിട്ടുള്ള ചോയ്സ് ജോൺ ടെറി ആയിരുന്നു. ജോൺ ടെറി ഇപ്പൊ റിട്ടയർ ചെയ്തതിനു ശേഷം 8 കൊല്ലമായി. ചെൽസിയുടെ നമ്പർ 1 ലെജൻഡ്, എല്ലാ കോച്ചിങ് ബാഡ്ജസും ഉണ്ട്. പക്ഷെ ടെറിയുടെ പ്രൈവറ്റ് ലൈഫിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം എന്തോ ഈ ജോലിക്ക് പരിഗണിക്കുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ടെറി വന്ന അന്ന് ഈ ക്ലബ്ബ് നന്നാവാൻ തുടങ്ങി. എന്താ വെച്ചാൽ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫാൻസിനെ കൂടെ കൊണ്ടുവരണം ആദ്യം. ഇപ്പൊ എല്ലാ കളിയിലും ഫാൻസ് കൂക്കുകയാണ്. ക്ലബ് ഉടമകൾക്കെതിരെ, കളിക്കാർക്കെതിരെ ഒരൊറ്റ ചെൽസി ഫാൻ ധൈര്യപ്പെടില്ല ജോൺ ടെറിയെ കൂക്കാൻ. അപ്പൊ ചുറ്റുള്ളവർ അതിനെ തല്ലിക്കൊല്ലും. അപ്പൊ അത് ഫാൻസ് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഗ്യാരണ്ടീഡ് ആണ് ജോൺ ടെറി വന്നു കഴിഞ്ഞാൽ. പക്ഷെ ജോൺ ടെറിക്കാണെങ്കിൽ ആസ്റ്റൺ വില്ലയുടെ കൂടെ ലെസ്റ്റർ സിറ്റിയുടെ ഒക്കെ കൂടെ അസിസ്റ്റന്റ് കോച്ചായി പണിയെടുത്ത അനുഭവമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ടെറിക്ക് ജോലി കൊടുക്കും? ഇതൊരു മോറൽ സയൻസ് ക്ലാസ് ഒന്നുമല്ല. അത് നോക്കിയിട്ടല്ല നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത്. ഇതിന് ഏറ്റവും ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഉത്തമം ആരാണ് ഈ ജോലി ഏറ്റെടുക്കാൻ? അത് ജോൺ ടെറിയാണ്. പക്ഷെ അതിന് പകരം ആരും കേൾക്കാത്തൊരു മനുഷ്യന് നിങ്ങൾ കൊടുത്ത്